തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം, പഠിച്ചിറങ്ങിയവർക്ക് ജോലി, വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം, ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം, ജോലി ഉറപ്പു നൽകുന്നു. ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ്, ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, ഫാർമസി അസിസ്റ്റന്റ്, ആയുർവേദ പഞ്ചകർമ്മ OT ടെക്നോളജി, ഡയാലിസ് ടെക്നോളജി എന്നിവയിൽ 26 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം, ബൈപ്പാസ് റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഹിൻഡൻബർഗ് വിവാദത്തിൽ സെബിക്കെതിരെ ചോദ്യങ്ങളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എക്സിലിട്ട വീഡിയോയിലൂടെയാണ് രാഹുൽ ചോദ്യങ്ങളും ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. സെബിയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നുവെന്നും വിഷയത്തിൽ സെബിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും രാഹുൽ ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ട് സെബി ചെയർപേഴ്സൺ രാജിവെക്കുന്നില്ല? സംയുക്ത പാർലമെന്ററി അന്വേഷണത്തോട് സർക്കാർ ഇതുവരെ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണം. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടാൽ ആര് ഉത്തരം പറയുമെന്നും പ്രധാനമന്ത്രിയോ മാധവിയോ അംബാനിയോ പുതിയ വെളിപ്പെടുത്തൽ സുപ്രീം കോടതി സ്വമേധയാ ഇടപെടുമോ എന്നും രാഹുൽ വീഡിയോയിലൂടെ ചോദിച്ചു. സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനും ഭർത്താവിനും അദാനി ഗ്രൂപ്പിലേക്ക് പണമെത്തിയ നിഴൽ കമ്പനികളിൽ നിക്ഷേപം ഉണ്ടായിരുന്നുവെന്നാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ആരോപണം അദാനി ഗ്രൂപ്പും മാധവി പുരിയും ഭർത്താവ് ധവാൽ ബുച്ചും തള്ളി. അദാനി ഗ്രൂപ്പിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഉപയോഗിച്ച് ഹിൻഡൻബർഗ് നിയമവിരുദ്ധമായി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്ന് കണ്ടെത്തിയ സെബി ഈ അന്വേഷണ റിപ്പോർട്ട് US-ലെ വിപണി നിയന്ത്രണ സ്ഥാപനമായ SECക്ക് കൈമാറിയിരുന്നു. ഇതിന് മറുപടിയായാണ് സെബി മേധാവിക്കെതിരെ ഹിൻഡൻബർഗിൻ്റെ നീക്കം. ആരോപണങ്ങൾ നിഷേധിച്ച മാധവി ബുച്ച് തൻ്റെ ജീവിതവും സാമ്പത്തിക ഇടപെടലുകളും തുറന്ന പുസ്തകമാണെന്നും ഹിൻഡൻബർഗിന് സെബി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതാണ് ഇപ്പോഴത്തെ ആരോപണത്തിന് കാരണമെന്നും അവർ സ്വഭാവഹത്യയ്ക്ക് ശ്രമിക്കുകയാണെന്നും മാധവി ബുച്ച് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.